ആവോ. ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഒഫീഷ്യലായിട്ട് ചാപ്റ്റർ 1 പഠിച്ചു തുടങ്ങാം. ഈ ചാപ്റ്ററിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക് ചാർജസും അതിൻ്റെ പ്രോപ്പർട്ടീസും ഇലക്ട്രിക് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫീൽഡുകളും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം പരീക്ഷയ്ക്ക് ഒരു 6-7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം ഇത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുകളുമുണ്ട്, നെഗറ്റീവ് ചാർജുകളുമുണ്ട്. അതുകൂടാതെ ന്യൂട്രലായിട്ട് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മൊബൈലായിട്ടുള്ളത്, അതായത് ചലിക്കാൻ കഴിയുന്നത് ഇലക്ട്രോൺസിന് മാത്രമാണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ്. അവർ ചലിക്കുന്നില്ല, അതിനകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ സ്പിൻ മോഷനൊക്കെ ഉള്ളത് ഹയർ ഫിസിക്സ് ആണ്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഓർബിറ്റൽസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ഒരു വസ്തുവിന് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് ഇലക്ട്രോൺസ് ഒന്നുകിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിന് ഇലക്ട്രോൺസ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തു പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വസ്തുവിൽ ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടെന്നാണ്. നെഗറ്റീവ് ചാർജ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് അധികം ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏതൊരു സ്റ്റേബിൾ വസ്തുവും എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂട്രലായിരിക്കും, യാതൊരു ചാർജും ഒന്നും ഉണ്ടാവില്ല. കാരണം അതിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ എന്നേ പറയാൻ പറ്റും. പിന്നെ എപ്പോഴാണ് ഒരു പദാർത്ഥം ചാർജ്ഡ് ആവുന്നത്? ഒന്നുകിൽ അതിന് എവിടെ നിന്നെങ്കിലും അധികമായിട്ട് ഇലക്ട്രോൺ കിട്ടുമ്പോൾ അത് നെഗറ്റീവ്ലി ചാർജ് ആവുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു, അത് പോസിറ്റീവ് ചാർജ് ആകുന്നു. അപ്പോൾ ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക, അപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അതിന് കിട്ടുക, അപ്പോൾ അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതാണ് ചാർജിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു അപ്പാരറ്റസ് ഉണ്ട്. ഈ അപ്പാരറ്റസ് ഉപയോഗിച്ച് നമുക്ക് ഒരു വസ്തുവിലുള്ള ചാർജ് കണ്ടെത്താനായിട്ട് സാധിക്കും. ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ എന്തുമാത്രം ചാർജ് ഉണ്ട്, കൃത്യമായ അളവല്ല, നമുക്ക് ആ ചാർജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡയഗ്രാം ഇച്ചിരി കുഴപ്പത്തിൽ വരച്ചേക്കുന്നത് അല്ലേ, എങ്കിലും സാരമില്ല, നമുക്കറിയാമല്ലോ, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ സ്ക്രീൻ ഇത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ആ ഡയഗ്രാമിൽ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് വരച്ചേനെ. അപ്പോൾ ഒരു പെട്ടി കാണാമല്ലോ നിങ്ങൾക്ക്, ഒരു പെട്ടി. ആ പെട്ടിയുടെ അകത്ത് നമുക്കൊരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനകത്തൂടെ ഒരു ട്യൂബ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ട്യൂബിൻ്റെ ഒരു അറ്റം മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു നോബാണ്, ഒരു കൊച്ചു നോബാണ്, മെറ്റൽ നോബ്. ആ ട്യൂബിൻ്റെ ഏറ്റവും താഴെ വശത്ത് ഗോൾഡ് ലീഫാണ്, ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ 2 പാളികളാണ്. അതിങ്ങനെ വെച്ചിരിക്കുകയാണ്, ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ 2 പാളി, ഇതൊരു പാളി ഇതൊരു പാളി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വസ്തു എടുത്തിട്ട് ഈ വസ്തുവിൽ ചാർജ് ഉണ്ടോ എന്ന് അറിയണം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ചാർജുള്ള വസ്തുവിനെ ഈ മെറ്റൽ നോബിൽ കൊണ്ടുവന്ന് മുട്ടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ചാർജിങ് ബൈ കണ്ടക്ഷൻ വഴി ഈ ചാർജുള്ള വസ്തുവിൽ നിന്നുള്ള ചാർജുകൾ നേരെ ഈ ട്യൂബ് വഴി എവിടെ ചെല്ലും? നമ്മുടെ ഗോൾഡ് ലീഫിലേക്ക്. അപ്പോൾ ഗോൾഡ് ലീഫിലേക്ക് ഈ ചാർജ് വ്യാപിക്കും. അപ്പോൾ ഗോൾഡ് ഇങ്ങനെയാണല്ലോ ലീഫ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലീഫിന് പോസിറ്റീവ് ചാർജ്, അപ്പുറത്തെ ലീഫിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ 2 ഒരേപോലത്തെ ചാർജാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ വികർഷിക്കും. അപ്പോൾ ഈ ഗോൾഡ് ലീഫ് ഇങ്ങനെയാണ്. അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ അത് ഇങ്ങനെ തന്നെ ഇരിക്കും. ചാർജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വികർഷണം മൂലം, ഒരേ ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോൾ വികർഷണം മൂലം ഇങ്ങനെ ഗോൾഡ് ലീഫ് വികസിക്കും. അപ്പോൾ ഈ വികാസം അനുസരിച്ച്, വികാസം കൂടുന്നതനുസരിച്ച് നമുക്ക് ചാർജിൻ്റെ അളവ് അറിയാം. ഇത്രയും വികസിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ച് ചാർജ് ചെയ്യും. കൂടുതലായിട്ട് വികസിച്ചാൽ ഡൈവേർജ് ചെയ്യുക, വികസിക്കാൻ പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുക, അകന്നു പോയാൽ ഗോൾഡ് ലീഫ് കൂടുതലായിട്ട് അകന്നു പോകുന്നതോടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനകത്ത് കൂടുതൽ നമ്മൾ ഇവിടെ ടച്ച് ചെയ്യിപ്പിച്ച വസ്തുവിൽ കൂടുതൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ പ്രവർത്തനം. അപ്പോൾ എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്? എന്താണ്? എ സിമ്പിൾ അപ്പാരറ്റസ് ടു ഡിറ്റക്ട് ചാർജ് ഓൺ എ ബോഡി. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ തിരിച്ചറിയാനുള്ള ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്?
ചാർജ് ബോഡി എന്ത് ചെയ്യണം? പിന്നെ ചാർജ് ബോഡി ടച്ചസ് ദ മെറ്റൽ നോബ്. മെറ്റൽ നോബിനെ ചാർജ് ബോഡി ടച്ച് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും, ചാർജ് ആ ഗോൾഡ് ലീഫിലേക്ക് പ്രവഹിക്കുകയും ഗോൾഡ് ലീഫ് വികസിച്ച് ഡൈവേർജ് ചെയ്ത് പോവുകയും ചെയ്യും. ചാർജ് കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ഡൈവേർജ് ചെയ്യും, ചാർജ് കുറവാണെങ്കിൽ കുറച്ചേ ഡൈവേർജ് ചെയ്യുള്ളൂ. ഇതാണ് ഗോൾഡ് ലീഫ് സ്പെക്ട്രോസ്കോപ്പിന്റെ പ്രവർത്തനം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട കോൺസെപ്റ്റ് എർത്തിങ് എന്താണെന്നുള്ളതാണ്. എർത്തിങ് നമ്മുടെ എല്ലാ വീടുകളിലും എർത്ത് കണക്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇടിമിന്നലിട്ട് ഉപകരണമൊക്കെ പോകുമ്പോൾ നമ്മൾ എർത്ത് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വീട്ടിൽ വരുന്ന ഇലക്ട്രീഷ്യന്മാരൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇലക്ട്രീഷ്യന്മാരുണ്ട്, അവർ പറയും എർത്തിങ് ശരിയായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഉപകരണം കേടായി പോകുന്നത്. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും എല്ലാം കൂടെ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നത്. ഒരു വയർ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് കുറേ ഉപ്പും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ വയർ ഭൂമിയിലേക്ക് കുഴിച്ചിടുന്നത്, കൂടുതൽ കണ്ടക്ഷൻ നടത്താൻ വേണ്ടി. അപ്പോൾ അതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങളിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എക്സസ് ചാർജ് പ്രവാഹം ഉണ്ടാകാൻ ഇടയായാൽ എന്ത് സംഭവിക്കും? ഈ എക്സസ് ചാർജ് ആ വയർ വഴി ഭൂമിയിലേക്ക് കൊടുക്കും. അപ്പം നമ്മുടെ ഉപകരണങ്ങളൊക്കെ ഒരുപാടൊന്നും കൂടാതെ ഇരിക്കും. അപ്പോൾ എർത്തിങ് എന്താണ്? ചാർജ് ബോഡി ഈസ് കണക്റ്റഡ് ടു ദ എർത്ത് ത്രൂ എ കണ്ടക്ടിങ് വയർ. ഒരു കണ്ടക്ടിങ് വയർ ഉപയോഗിച്ച് ചാർജ് ബോഡിയെ നമ്മൾ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ എന്ത് പറയുന്നത്? എർത്തിങ് എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ചാർജസ് വിൽ ഫ്ലോ ടു എർത്ത് ത്രൂ ദ വയർ. എക്സസ് ചാർജ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? എക്സസ് ചാർജ് ഭൂമിയിലേക്ക് പ്രവർത്തിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ എക്സസ് ചാർജിൽ നിന്ന് സേഫ് ആയി. അപ്പോൾ അതാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വസ്തുക്കളെ ഏതെല്ലാം രീതിയിൽ ചാർജ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് വസ്തുക്കളെ ചാർജ് ചെയ്യാം. 3 മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കുന്നത് ചാർജിങ്ങിനകത്ത്. ഒന്നാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കൊണ്ട് ചാർജ് ചെയ്യാം. ഫ്രിക്ഷൻ നിങ്ങൾക്ക് പരിചയമുള്ള പാടാണല്ലോ. ഫ്രിക്ഷൻ, ഘർഷണം. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചാണ്. ഘർഷണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോഴാണ് ഘർഷണം അല്ലെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വസ്തുക്കൾ നമ്മൾ പരസ്പരം നന്നായിട്ട് ഉരസുമ്പോൾ ഏത് വസ്തുവിലാണോ ഇലക്ട്രോൺസ് ലൂസായിട്ട് ഇരിക്കുന്നത് അവിടെ നിന്ന് ആ അടുത്ത വസ്തുവിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ആകുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ് കിട്ടി, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഇത് പറയുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളൊരു ഗ്ലാസിന്റെ ഒരു ദണ്ടിനെ, ഗ്ലാസ് റോഡിനെ സിൽക്ക് വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യും. സിൽക്ക് തുണി വെച്ചിട്ട് ഗ്ലാസ് റോഡ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ ശക്തമായിട്ട് അങ്ങനെ ഉരസിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഗ്ലാസിനകത്ത് ഇലക്ട്രോൺസ് ലൂസായിട്ടായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോയിട്ടുണ്ടാകും? സിൽക്കിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? നമ്മളതിനെ പരസ്പരം റബ്ബ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ചാർജിങ് ബൈ റബ്ബിംഗ് ടു ബോഡീസ്, അതിനെ നമ്മളെന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലായത്. നെക്സ്റ്റ് മറ്റൊരു മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. നേരത്തെ നമ്മൾ ഗോൾഡ് ലീഫ് സ്പെക്ട്രോസ്കോപ്പിന്റെ കേസിൽ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ്? ന്യൂട്രൽ ആയിരുന്നൊരു വസ്തു അതിന് നമുക്ക് ചാർജ് കൊടുക്കണം. പോസിറ്റീവ് ചാർജാണ് കൊടുക്കേണ്ടതെങ്കിൽ മറ്റൊരു പോസിറ്റീവ് ചാർജുള്ള വസ്തു കൊണ്ടുവന്നിട്ട് ഈ വസ്തുവിനോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വയ്ക്കുമ്പോൾ സംഭവിക്കും, ചാർജ് കൂടുതലുള്ള വസ്തുവിൽ നിന്ന് ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ചാർജ് പ്രവർത്തിക്കും. അപ്പം നമ്മൾ ആ ന്യൂട്രൽ ബോഡിയെ ചാർജ് ചെയ്യും. അപ്പോൾ ബൈ ആക്ച്വൽ കോണ്ടാക്ട്, പരസ്പരം യഥാർത്ഥത്തിൽ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി. മറ്റൊരു വസ്തുവിന്റെ ആക്ച്വൽ കോണ്ടാക്ട് വഴി ചാർജ് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഉദാഹരണം, ബോഡി എ, അതിന് യാതൊരു ചാർജും ഇല്ല. ബോഡി എക്ക് ചാർജ് ഒന്നും ഇല്ല. നമുക്ക് അതിന് പോസിറ്റീവ് ചാർജ് കൊടുക്കണം. എന്ത് ചെയ്യണം? പോസിറ്റീവ് ചാർജുള്ള മറ്റൊരു വസ്തു കൊണ്ട് അതിനോട് ചേർത്ത് വയ്ക്കാം, മുട്ടിച്ചേർത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വസ്തു എന്നുള്ള ചാർജ് എല്ലാം അതിന് കിട്ടും. അങ്ങനെ അത് ചാർജായിട്ട് മാറും. ചാർജിങ് ബൈ കണ്ടക്ഷൻ.